2024 മലയാളത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ള പ്രൊജക്റ്റുകളാണ് വരാനുള്ളത്. അതിൽ പ്രധാനമായും മമ്മൂക്ക ചിത്രങ്ങളാണ്. വൻ മുതൽ മുടക്കിലൊരുങ്ങുന്ന ആക്ഷൻ ചിത്രം ടർബോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടോണിൽ വരുന്ന ബ്രഹ്മയുഗം ചിത്രത്തിലെ പുറത്തു വന്ന സ്റ്റിൽസും ടീസറുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ നല്ലപോലെ ഹൈപ്പ് കൂട്ടുന്നുണ്ട്. മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ ചിത്രം റിലീസുണ്ടാവും. അതുപോലെ ഇപ്പോൾ റിലീസായ ജയറാം ചിത്രം ഓസ്റ്റർ തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വീണ്ടും നായകനായി എത്തുന്ന ജയറാമേട്ടൻ്റെ ഹയസ്റ്റ് നമ്പർ തിയേറ്റർ റിലീസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അതുമാത്രമല്ലാതെ ജയറാമേട്ടൻ്റെ ഹയസ്റ്റ് ഓപ്പണിങ്ങും കളക്ഷനും ഇടാൻ പോകുന്ന ചിത്രവും ഇതുതന്നെയായിരിക്കും. മമ്മൂക്കിയുടെ ഗസ്റ്റ് റോളും ഈ ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ്. കേരള ബോക്സ് ഓഫീസിൽ കുതിപ്പ് നിർത്താതെ ലാലേട്ടൻ്റെ നേര്. കേരളത്തിൽ നിന്ന് മാത്രം 45 കോടിയോളം കളക്ട് ചെയ്ത് ടോപ്പ് 5 കേരള ഹയസ്റ്റ് ഓപ്പണിങ്ങിൽ ഇടം പിടിച്ചു. 5ാം സ്ഥാനത്തിരുന്ന ഭീഷ്മപർവ്വതത്തിൻ്റെ റെക്കോർഡാണ് നേര് തകർത്തത്. ഇപ്പോൾ ടോപ്പ് 5-ൽ 2018, പുലിമുരുകൻ, ലൂസിഫർ, RDX, നേര് തുടങ്ങിയ ചിത്രങ്ങളാണ്. വേൾഡ് വൈഡ് 85 കോടിയോളം കളക്ട് ചെയ്ത ചിത്രം 100 കോടി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ഇനി ലാലേട്ടൻ്റെ അടുത്ത വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ചിത്രം ജനുവരി 25-ന് റിലീസ് ചെയ്യുന്നുണ്ട്. കങ്കുവ സിനിമയിലെ സൂര്യയുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതായി സൂര്യയുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും നന്ദി പറഞ്ഞാണ് സൂര്യ അവസാനിപ്പിച്ചത്. പൊങ്കലിന് കങ്കുവയുടെ ഒരു അപ്ഡേറ്റ് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. സൂര്യയുടെ ഹിസ്റ്റോറിക്കൽ ഗെറ്റപ്പ് മാത്രമാണ് ഇതുവരെ റിവീൽ ചെയ്തിരിക്കുന്നത്. പ്രസന്റ് ലുക്ക് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇതുകൂടാതെ 6 വ്യത്യസ്ത ഗെറ്റപ്പ് സൂര്യയ്ക്ക് ഈ സിനിമയിലുണ്ടാവുമെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പുതിയ ഗെറ്റപ്പോ അല്ലെങ്കിൽ ടീസറോ നമുക്ക് ഈ പൊങ്കലിന് പ്രതീക്ഷിക്കാം. കമൽഹാസൻ മണിരത്ന മൂവി തഗ് ലൈഫിലെ പുതിയ സ്റ്റാർ കാസ്റ്റ് ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട്. ദുൽഖർ സൽമാൻ, ജോജു ജോർജ്, ജയം രവി, ഗൗതം കാർത്തിക് തുടങ്ങിയവരാണ് ഇപ്പോൾ റീസെൻ്റായി ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തമിഴിൽ നിന്ന് 3 ചിത്രമാണ് പ്രധാനമായും പൊങ്കൽ റിലീസായി വന്നിട്ടുള്ളത്. ധനുഷ് ശിവരാജ് കുമാറിൻ്റെ ക്യാപ്റ്റൻ മില്ലർ, ശിവകാർത്തികേയൻ്റെ അയാളൻ, അരുൺ വിജയ് നായകനായ മിഷൻ. 3 ചിത്രങ്ങൾക്കും നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന നല്ല ചിത്രങ്ങൾ. ഇനി വരും ദിവസങ്ങളിൽ ഏത് പൊങ്കൽ വിന്നർ ആവുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ജനുവരി 12 മുതൽ 14 വരെ ഒരുപാട് തിയേറ്റർ റിലീസായിട്ടാണ് ഇപ്രാവശ്യം തെലുങ്ക് സംക്രാന്തി വരുന്നത്. മഹേഷ് ബാബുവിൻ്റെ ഗുണ്ടൂർക്കാരം, വെങ്കടേഷിൻ്റെ സൈന്ധവ്, പൊറിഞ്ചു മറിയം ജോസിൻ്റെ തെലുങ്ക് റീമേക്കായ നാസാമിറങ്ക. ഇതിൽ നാഗാർജുനയാണ് ജോജുവിൻ്റെ റോളിൽ എത്തുന്നത്. ഇതുകൂടാതെ ഹനുമാൻ എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്യും. ഇതുകൂടാതെ വിജയ് സേതുപതിയുടെ മെറി ക്രിസ്മസ്, അയാളൻ, ക്യാപ്റ്റൻ മില്ലർ തുടങ്ങിയ ചിത്രങ്ങളും അവിടെ റിലീസുണ്ടാവും. RRRന് ശേഷം ജൂനിയർ NTRൻ്റെ ദേവര പാർട്ട് 1ൻ്റെ ഗ്ലിംസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഗ്ലിംസിന് നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി അനിരുദ്ധ് ജൂനിയർ NTR കോംബോ വരുന്നു എന്നതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത. ചിത്രം ഏപ്രിൽ 5-ന് റിലീസ് ചെയ്യും.